നീ പോയി നോക്കി വാടാ. അമ്മ ചെറിയ വേണ്ട നോക്കി വാടാ. അങ്ങനെ ഇപ്പൊ വേണ്ട, എന്നിട്ട് വഴക്ക് എനിക്ക് കിട്ടാൻ. പപ്പോടെ വാ. സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറുമൊന്നും വേണ്ടല്ലേ? എവിടെയായിരുന്നു ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾ അണക്കെട്ട് കാണാൻ പോയതാ. അണക്കെട്ട്? ചേച്ചി ചേച്ചി, ചേച്ചിയുടെ ഓമന പുത്രൻ വന്നിട്ടുണ്ട്. ഓ, സാറിങ് എത്തിയ? ഇത് നമ്മുടെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നല്ലോ, അവനെവിടെ? അവനും നിന്നോട് ഉണ്ടായിരുന്നല്ലോ. അവനപ്പുറത്തോട്ട് ഓടിപ്പോയി. വെക്കേഷൻ തുടങ്ങിയ ഉടനെ കോളേജിലേക്കുള്ള പുസ്തകം വാങ്ങിച്ചു കൊടുത്ത് പിടിച്ചിരുത്തി പഠിപ്പിക്കണമെന്ന് അവന്റെ അച്ഛൻ പ്രത്യേകം എഴുതിയിരുന്നതാ. അതിനാളിനെ കിട്ടിയിട്ട് വേണ്ടേ? പകല് മുഴുവനും മറ പട്ടിണിയായിരുന്നു, മുഖം കണ്ടാൽ അറിയാം. വേണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും. പറ്റി കഴിഞ്ഞാ അമ്മേ, ഈ ചേട്ടൻ ഇന്നും തല തോർത്തിട്ടില്ല. അമ്മേ, ഈ ചേട്ടൻ ഇന്നും തല തോർത്തിട്ടില്ല. വെറുതെ അമ്മേ. അല്ല അമ്മേ, അമ്മേ, ഈ ചേട്ടൻ ഉപദ്രവിക്കുന്നമ്മേ. കോളേജിൽ പോറായി ചെറുക്കന, ഇനി എന്നാടാ നിനക്കൊരു പാകത വരുന്നത്? എപ്പോ നോക്കിയാലും ആ ഇളയ പെണ്ണിനെ കരയിച്ചോണ്ടിരിക്കും. നാളുമില്ലേ നിനക്ക്? അതൊക്കെ അങ്ങ് മാറും കൊച്ചമ്മേ. കോളേജിൽ പോയിട്ട് ആളൊന്ന് തിരിച്ചു വരട്ടെ, അപ്പ കാണാം. മാറും മാറും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് കളി കുറെ കൂടി പോകുന്നുണ്ട്. എന്താ ഭാരതി ഇത്? ഞാൻ ചേച്ചിയോട് പറയാറില്ലേ കുട്ടികളെ അടിക്കേണ്ടപ്പോ അടിച്ചു തന്നെ വളർത്തണമെന്ന്? നോക്ക്. അയ്യോ ചെറിയമ്മേ, ഇതൊന്നും എന്റെ പണിയല്ല, ഞാനൊന്നും അറിഞ്ഞല്ല. നീ ഒന്നും അറിഞ്ഞില്ലല്ലോ, എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നു. ഇവിടെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞില്ലേ അവൻ കുടിച്ചിട്ട് തല ഉയർത്താതെ കയറി വരുന്നെന്ന്? അതിന്റെ ശിക്ഷയായിട്ട് കണ്ടോ? അയ്യോ അമ്മേ, ഞാനൊന്നും അറിഞ്ഞല്ല. കുറച്ച് വെള്ളം കുറഞ്ഞ് അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്നുമില്ല, എന്നെ അടിക്കും പിറ്റും ഒക്കെ ചെയ്തു. എന്നിട്ട് എന്റെ മുഖത്ത് കരിവ് വരത്തേച്ച്. പോട്ടെ, മോളെ ഒന്ന് മുഖം കഴുകുക. പപ്പു, വന്ന് വന്ന് നിന്റെ വളത്തിൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അച്ഛൻ എല്ലാ കത്തിലും എഴുതാറുണ്ട് നിന്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടാൽ അങ്ങോട്ട് അയച്ചേക്കാൻ. ഇനിയിപ്പോ അതിന്റെ ഒരു തകരാറേ ഉള്ളൂ. ഒരു ഡിഗ്രി എടുത്തിട്ടാണ് വേണ്ടുകയില്ല, അല്ലാതെ ഇന്നത്തെ കാലത്ത് പേർഷ്യയല്ലല്ലോ, എവിടെ പോയാൽ എന്താ വിശേഷം? അച്ഛന്മാര് വീട്ടിലില്ലെങ്കിലേ ആൺകൊച്ചുങ്ങളെ നിലയ്ക്ക് നിർത്താൻ വലിയ പാട് തന്നെയാണ് കൊച്ചമ്മേ. ചിരിക്കൊന്നും വേണ്ട, നിന്റെ അച്ഛനിങ്ങി വരാറായി. എന്നിട്ട് വേണം എനിക്ക് നിന്റെ ചിരി ചൊവ്വിനൊന്ന് കേൾക്കാൻ. പോരങ്ങേ. അവൻ പിന്നെ ആദ്യം 2 മാസമെങ്കിലും അവന്റെ അച്ഛനെ കാണുന്നുണ്ട്. ഇത് 4-5 കൊല്ലം കൂടുമ്പോഴല്ലേ അച്ഛനും മോനും തമ്മിൽ കാണുന്നത്. പിന്നെ എങ്ങനെ പറഞ്ഞ അനുസരിക്കും?
നീ എന്തിനാ ശാന്തരമോത്ത് കരുവാരിച്ചത്? എന്നെ തല്ലു വിളിക്കാനല്ലേ? ഇതാ കാര്യം. അത് ഞാനല്ല, അത് ഈ കുഞ്ചുവിന്റെ പണിയാ. ഇതിനാണ് എന്നെ ലോകം മുഴുവനിട്ട് ഓടിച്ചത്. വിട് വിട്, കയ്യേന്ന് വിട്. ഇപ്പൊ എന്താ ഓടിക്കളഞ്ഞോ? ഇനി എന്താ പപ്പനറിയണ്ടേ? കരിവാരി തേച്ചെന്നാ? തേച്ചിട്ടില്ല. പച്ചക്കള്ള, ഞാൻ കണ്ടല്ലോ കരിവാരി തേച്ചത്. എടി, നീ എന്റെ അനുജത്തിയാ. നമ്മൾ രണ്ടും ഒരു ശാഖയാ. എനിക്കെതിരായി എന്റെ കുഞ്ചു സാക്ഷി പറയരുത്. നീ കണ്ടോ കുഞ്ചുവെ ഞാൻ കരിവാരി തേച്ചതാ? ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ആ, ഇനിയിപ്പോ കൊല്ലണെങ്കി കൊല്ല, വളർത്തണെങ്കി വളർത്തും. എന്നെ ചെറുമയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് തന്നെ വേറെ കാര്യം. കോട്ടവരും കണ്ണടി നടക്കാനാ പറഞ്ഞ. കൊച്ചു പിള്ളേരെ പോലെ കുമിള ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചേച്ചിക്ക് നാണമില്ലേ? കൊച്ചു പിള്ളേരല്ലാത്ത ആളൊരു കുമിള ഉണ്ടാക്കി കാണിച്ചേ, കാണട്ടെ. ഓ, അതാ ഇത്ര വലിയ പാട്. അയ്യോ.